നടൻ വിനായകൻ പോലീസ് കസ്റ്റഡിയിൽ. എന്തായാലും ഈ വാർത്ത ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും ഈ വാർത്തയെക്കുറിച്ചും എന്താണ് സംഭവം എന്നൊക്കെ പ്രത്യേകിച്ച് വിവരിക്കേണ്ട കാര്യമില്ല. ഞാനതുകൊണ്ട് പത്രവാർത്തകളുടെ ഒരു ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം എല്ലാ പത്രങ്ങളും പല രീതിയിലാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്ന് ആദ്യമേ ഞാൻ പറയാം. ചില മാധ്യമങ്ങൾ മാത്രമാണ് ഹോട്ടലിൻ്റെ പേര് പോലും പുറത്തു പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്നുള്ളൊരു ചോദ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഒരു പഞ്ചനക്ഷത്ര ഹോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് രാജാവിൻ്റെയോ അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും ജന്മിയുടെയോ സ്വത്തൊന്നും അല്ലല്ലോ. ആയിട്ടുള്ള സമൂഹത്തിൽ നിന്നുള്ള ആൾക്കാർ വരികയും അല്ലാതെ ഈ ഹോട്ടൽ ഉടമയ്ക്ക് വേണ്ടി പ്രത്യേകം നിർമ്മിച്ചിട്ടുള്ള ഒരു ഹോട്ടലൊന്നും അല്ലത്. അപ്പോൾ എല്ലാവരെയും സംശയത്തിൽ നിർത്തുന്ന ഒരേ ഒരു ചോദ്യം, ആദ്യത്തെ ചോദ്യം, ഈ പത്രമാധ്യമങ്ങൾ എന്തുകൊണ്ട് ആ ഹോട്ടലിൻ്റെ പേര് പുറത്ത് പറയുന്നില്ല? അതിനകത്ത് എല്ലാ വാർത്തകളിലും ഞാൻ ശ്രദ്ധിച്ചാണ്. നിങ്ങളിപ്പോൾ വേണമെങ്കിലും എടുത്തു നോക്കാം. സോഷ്യൽ മീഡിയയിൽ കിടക്കുന്ന മിക്ക വാർത്തകളുടെയും ഹെഡിങ് പഞ്ചനക്ഷത്ര ഹോട്ടലിൽ മദ്യപിച്ച് ബഹളമുണ്ടാക്കി നടൻ വിനായകൻ പോലീസ് കസ്റ്റഡിയിൽ. ഇങ്ങനെയാണ് മിക്ക വാർത്തകളും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഒരു ചോദ്യം ഇതാണ്. ഇനി അടുത്ത ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എങ്ങനെയാണ് നടൻ വിനായകൻ പോലീസ് കസ്റ്റഡിയിൽ വരുന്നത്? കാരണം അതിനകത്ത് വേറൊരു സംശയം എന്താണെന്ന് വെച്ചാൽ, പോലീസിനെ വിളിച്ചു വരുത്തുന്നത് വിനായകനാണ്. അതായത് ഹോട്ടലിൻ്റെ അല്ലെങ്കിൽ ഈ പഞ്ചനക്ഷത്ര ഹോട്ടൽ എന്ന് പറയുന്ന ഈ ഹോട്ടലിൻ്റെ ഉടമയോ അല്ലെങ്കിൽ ആ ഹോട്ടലിലുള്ള സ്റ്റാഫുകളോ വിളിച്ചു വരുത്തുന്നതല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് സംഭവിക്കുക? പരാതിക്കാരനാണ് വിനായകൻ. ആർക്കെതിരെയാണ് പരാതി? ഹോട്ടലിനെതിരെയാണ്. ഈ പഞ്ചനക്ഷത്ര ഹോട്ടൽ എന്ന് പറയുന്ന റാവീസ് എന്ന് പറയുന്ന ഹോട്ടലിനെതിരെയാണ് വിനായകന് പരാതി ബോധിപ്പിക്കുകയുള്ളത്. ഹോട്ടലാകുമ്പം അവിടെ മദ്യം ഉണ്ടാവും, അവിടെ മെഡിക്കൽ സ്റ്റോർ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് മാത്രമല്ല ഹോട്ടലിലുള്ളത്, അവിടെ മദ്യമുണ്ട്. അപ്പോൾ മദ്യം കഴിച്ച് ലക്ക് കിടുന്ന ഒരു വ്യക്തിയെ അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവരെ മർദ്ദിക്കാനുള്ള അധികാരം ആരാണ് കൊടുക്കുന്നതെന്നാണ് രണ്ടാമത്തെ ചോദ്യം. ഇപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ പോലീസിന് എന്തോ പണി? പോലീസ് ഈ കേരളത്തിൽ പിന്നെ പോലീസിന് ആവശ്യമില്ലല്ലോ. അല്ലെന്നുണ്ടെങ്കിൽ പോലീസ് ഉണ്ടെങ്കിൽ തന്നെ ഈ ഹോട്ടലുകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും തന്നെ കേരള പോലീസ് ഇടപെടരുത്. അതാണ് നമുക്ക് രണ്ടാമത് പറയാനുള്ള കാര്യം. നമുക്ക് ആ വീഡിയോയിലേക്കൊന്ന് വരാം. ആദ്യത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ വരുന്ന ആ രംഗമാണ്. പോലീസ് സ്റ്റേഷനിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ ശ്രദ്ധിക്കുക. കൃത്യമായിട്ട് അപ്പോൾ അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ അവർ തമ്മിൽ എന്തെങ്കിലും തർക്കമോ തെറിവിളിയോ ഒന്നും തന്നെ ഇല്ല. നിങ്ങൾക്ക് കൃത്യമായിട്ട് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ആ സ്പോട്ടിൽ, അതായത് ആ ജീപ്പിൽ നിന്നിറങ്ങി സ്റ്റേഷനിലേക്ക് അകത്ത് കയറി പോകുന്നതിന് മുമ്പ് അദ്ദേഹം എന്തോ ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല എന്നുള്ള രീതിയിലാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതായത് ആ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഇറങ്ങുന്ന സമയത്ത് പോലും അദ്ദേഹം ഒരു അസഭ്യമോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. ഇനി രണ്ടാമത്തെ ഒരു വീഡിയോ കൂടെ കാണാം. അപ്പോൾ ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്റ്റേഷനിലേക്ക് വരുന്ന വീഡിയോ. രണ്ടാമത്തെ വീഡിയോ എന്ന് പറയുന്നത് അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ പറയുകയാണ്. അതായത് അദ്ദേഹത്തെ ആ ഹോട്ടലിൽ വെച്ച് മർദ്ദിച്ചത് ആരാണോ അത് ആരാണെന്ന്, മനുഷ്യനാണെന്നറിയാം, പക്ഷെ ആ വ്യക്തി ആരാണെന്ന്, അയാളെ ഹോട്ടലുമായിട്ട് വല്ല ബന്ധമുണ്ടോ, അയാൾ എന്തിൻ്റെ അധികാരത്തിലാണ് അദ്ദേഹത്തെ ഉപദ്രവിച്ചതെന്നുള്ളത് അദ്ദേഹം കൃത്യമായിട്ട് ചോദിക്കുന്നു. അതിനൊപ്പം തന്നെ അവിടുത്തെ CCTV പരിശോധിക്കുകയും ചെയ്യണമെന്ന് പറയുന്നുണ്ട്.
അപ്പം ഞാനിപ്പോൾ ഈ 2 വീഡിയോ കണ്ടതിൻ്റെ പേരിലാണ് ഈ രാത്രി എനിക്ക് ഈ വീഡിയോ ഇടണമെന്ന് തോന്നിയത്. അപ്പോൾ ഇതിനകത്ത് വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും വിനായകൻ്റെ ഇന്നത്തെ ഈ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പോസ്റ്റുകളുണ്ടാവും. ആ പോസ്റ്റിന് താഴെ വരുന്ന ഓരോ കമൻറ്റും ശ്രദ്ധിക്കുക. ഈ കമൻ്റ് ഇടുന്ന വ്യക്തികൾ മിക്കവരും ആ സമയവും ശ്രദ്ധിക്കുക, എത്ര മണിക്കൂറായി. അതായത് ഈ വാർത്ത വരുന്ന ആ സെക്കൻഡിൽ തന്നെ ഇവർ കമൻ്റ് ഇട്ട് തുടങ്ങുക. ഇവർക്ക് സത്യാവസ്ഥ എന്താണ്? ഓക്കെ, എത്ര വലിയൊരു കൊലപ്പുള്ളി ആയാലും കൊലയാളി ആയാലും ശരി, അയാളുടെ ന്യായം എന്താണ്, അയാൾ പ്രശ്നം എന്താണ്, ഇത് അറിഞ്ഞതിന് ശേഷമാണ് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ മറുപടി എഴുതുന്നത്. ഈ മറുപടി മൊത്തവും ജാതിയുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അതായത് ഈ വിനായകനെ ഇപ്പം പിടിച്ചു കഴിഞ്ഞു, ഇപ്പം ജാതി, ഈ ഇദ്ദേഹത്തിൻ്റെ ജാതിയിൽപ്പെട്ട ആരൊക്കെയാണോ അല്ലെങ്കിൽ ദലിത് സമൂഹത്തിൽപ്പെട്ട ആരൊക്കെയാണോ അവരെല്ലാവരും ഇപ്പോൾ വക്കാലത്തുമായിട്ട് ഇറങ്ങുമെന്നുള്ള രീതിയിലാണ് മിക്കവരും കമൻ്റ് ഇടുന്നത്. ഇത് നിങ്ങളും ഒരു കാരണവശാലും നിങ്ങൾ വിശ്വസിക്കാതിരിക്കേണ്ട. നിങ്ങൾ നേരിട്ട് തന്നെ ഓരോ പോസ്റ്റുകളുടെ താഴെയും ശ്രദ്ധിക്കുക, എന്നിട്ട് പറയുക എന്താണ് നിലവിൽ വിനായകൻ്റെ പ്രശ്നം എന്താണെന്ന് നോക്കുക. കൊല്ലം പോലീസാണ്, അതാണ് കൊല്ലം പോലീസ് എന്ന് വെച്ചാൽ കൊല്ലം ജംഗ്ഷൻ സിറ്റി കേന്ദ്രീകരിച്ചല്ല. എനിക്ക് തോന്നുന്നൊരു കൊല്ലം ജംഗ്ഷനിൽ നിന്നൊരു 12-13 കിലോമീറ്റർ എന്തായാലും ഉണ്ടാവും ഈ സ്ഥലത്തേക്ക്. ആ 13 കിലോമീറ്ററിന് ദൂരെ വെച്ചാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അതായത് അഞ്ചാലുമൂട് പോലീസ് സ്റ്റേഷനാണ്. അഞ്ചാലുമൂട് പോലീസ് സ്റ്റേഷൻ അതിർത്തിയാണ്. അതായത് ഈ റാവീസ് ഹോട്ടൽ നിൽക്കുന്നത് അഞ്ചാലുമൂട് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ്. കൃത്യമായിട്ട് നല്ല രീതിയിൽ അവരുടെ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അവർ ഉപദ്രവിക്കുന്നോ തെറി വിളിക്കുന്നോ, സാധാരണ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് വിനായകൻ ഒരു പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് അകത്ത് ചെല്ലുമ്പോൾ എത്രയോ പോലീസുകാർ വിനായകനെ ചീത്ത വിളിക്കുന്നതൊക്കെ നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയ വഴിയൊക്കെ അത് നമ്മൾ സുലഭമായിട്ട് കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഈ അഞ്ചാലുമൂട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു വ്യക്തി പോലും ഒരു കുത്തിന് പിടിക്കുകയോ അല്ലെങ്കിൽ മാറി നിൽക്കടാന്നോ എടാന്ന് പോലും അവർ വിളിക്കുന്നില്ല. അതിനർത്ഥം എന്താണെന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുക. അപ്പോൾ ഇതിനകത്ത് കൃത്യമായിട്ട് ഈ ഹോട്ടൽ ഉടമ അല്ലെങ്കിൽ ഈ ഈ റാവീസിന്റെ മുതലാളി ആരാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ഇതിനെ ചുറ്റിപ്പറ്റി ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുണ്ടായാലും ഇത് പുറത്തു വരിക മാത്രമല്ല, ഇത് ആരാണോ ഇദ്ദേഹത്തെ ഉപദ്രവിച്ചത് അവരെ കൃത്യമായിട്ട് നിയമ നടപടിക്ക് വിധേയനാക്കുകയും ഇതുവരെ ഈ വിനായകന് ആരൊക്കെയാണോ തെറി വിളിച്ചുകൊണ്ടിരുന്നത് അവർക്കൊക്കെ കൂടി ഒരു മറുപടി എന്നുള്ള രീതിയിൽ മാത്രമാണ് നമുക്ക് ഇതിൻ്റെ കേസിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള അന്വേഷണത്തിലൂടെ നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇനി നാളെ ഇതിൻ്റെ ഒരു ഇപ്പം നമ്മൾ വൈകുന്നേരം ഈ സമയത്ത് 6-7 മണിക്ക് കണ്ടിട്ടുള്ള വാർത്തകളായിരിക്കില്ല ഒരുപക്ഷെ നാളെ വരുന്നത്. അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് കൃത്യമായിട്ടും വിനായകൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെന്നും അതോടൊപ്പം തന്നെ ഹോട്ടലിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ് ഈ കൂടുതൽ ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നതെന്നും തന്നെയായിരിക്കും വാർത്തയിൽ വരിക. അല്ലെങ്കിൽ ഈ ഹോട്ടലും ഈ പോലീസ് സ്റ്റേഷനും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാവുക.